കണ്ണൂരിലേക്കാണ്. കണ്ണൂരിൽ ലഹരി കേസിൽ ജാമ്യത്തിലിറങ്ങിയ പ്രതി വീണ്ടും MDMA-യുമായി പിടിയിലായി. ശ്രീകണ്ഠാപുരം സ്വദേശി ഷബീറാണ് അറസ്റ്റിലായത്. വീട് കേന്ദ്രീകരിച്ചാണ് ഷബീർ ലഹരി കച്ചവടം നടത്തിയത്. അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ ചെയ്യുന്നു. അരുൺ, എപ്പോഴാണ് നേരത്തെ ഇയാൾ ജയിലിൽ കിടന്നത്? ഇതിപ്പോൾ ഒരു കളിയായി മാറുകയാണ്. ലഹരിയുമായി എത്തുന്നു, പിടിക്കുന്നു, ജയിലിലാകുന്നു, പുറത്തിറങ്ങുന്നു, വീണ്ടും അതേ തൊഴിൽ തുടരുന്നു. വിവരങ്ങൾ. അയാൾ ഒരു സ്ഥിരം ലഹരി മരുന്ന് വിൽപ്പനക്കാരനാണ് എന്നതാണ് പോലീസ് പറയുന്നത്. ലഹരിക്കടത്ത്, ജില്ലയിലെ തന്നെ ലഹരിക്കടത്ത് സംഘങ്ങളിലെ ഒരു കണ്ണിയാണ് ശ്രീകണ്ഠാപുരം സ്വദേശിയായിട്ടുള്ള ഷബീർ. കണ്ണൂർ ടൗൺ സ്റ്റേഷനിൽ ഒരു ലഹരി കേസ് ഇയാൾക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടാണ് ഇയാളെ പിടികൂടുന്നതിന് വേണ്ടി ഡാൻസ് ഓഫ് സംഘം ഇയാളുടെ വീട്ടിൽ, ശ്രീകണ്ഠാപുരത്തെ വീട്ടിലെത്തിയത്. അപ്പോൾ അവിടെ കണ്ട കാഴ്ചകൾ ഈ സംഘം വിശദീകരിക്കുന്നുണ്ട്. അതായത് പറയുന്നുണ്ട്, അത് ഈ FIR-ലും പറയുന്നുണ്ട്, അവിടെ കൂറ്റൻ മതിൽ ഈ വീടിന് ചുറ്റും നിർമ്മിച്ചിട്ടുണ്ട്. ഇയാൾ വീട്ടിൽ തനിച്ചാണ് ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ അവിടെ ഈ നിരവധി നായ്ക്കൾ അവിടെ ഈ വീടിന് ചുറ്റുമൊക്കെ അയാൾ വളർത്തുന്നുണ്ട്. അതോടൊപ്പം വീടിന് ചുറ്റും CCTV ക്യാമറകളും നിരീക്ഷണ ക്യാമറകളും ഇയാൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഈ ലഹരി വിൽപ്പനയ്ക്ക് വേണ്ടി, ലഹരി ഇടപാടിന് വേണ്ടി ഒരുക്കിയതാണ് എന്നതാണ് ഡാൻസ് ഓഫും പോലീസും ഒക്കെ പറയുന്നത്. അയാളെ വീട്ടിൽ പരിശോധന നടത്തി ഇയാളുടെ വീട്ടിലെ മുകൾ നിലയിലെ ഒരു തിയേറ്റർ റൂമുണ്ട്. ആ തിയേറ്റർ റൂമിൽ ഒരു സോഫയ്ക്കിടയിൽ പ്രത്യേക അറയുണ്ടാക്കിയാണ് ഇയാൾ ലഹരി മരുന്ന് സൂക്ഷിച്ചത്. ശ്രീകണ്ഠാപുരം, അതോടൊപ്പം തന്നെ തളിപ്പുറം മേഖലയിലൊക്കെ വ്യാപകമായി ഇയാൾ ലഹരി മരുന്ന് വിൽപ്പന നടത്തുന്ന ആളാണ്. ഈ വീട് കേന്ദ്രീകരിച്ചാണ് വിൽപ്പന. അതുകൊണ്ടാണ് വീട്ടിൽ ഇത്തരം സജ്ജീകരണങ്ങളൊക്കെ മറ്റാരും അങ്ങോട്ട്, പോലീസ് ഉൾപ്പെടെ മറ്റാരും അങ്ങോട്ട് പെട്ടെന്ന് കടന്നു വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ മതിലും മറ്റു കാര്യങ്ങളൊക്കെ ഒരുക്കിയത്. എന്തായാലും അയാളുടെ കയ്യിൽ നിന്നും പിടികൂടുന്ന ഘട്ടത്തിൽ 30 ഗ്രാം MDMA ആണ് ഉണ്ടായിരുന്നത്. ഈ പറഞ്ഞതുപോലെ ഷബീർ നല്ല പണിയെടുത്തിട്ടുണ്ട് ലഹരി കച്ചവടത്തിന്. വീടിന് പുറത്ത് നായ്ക്കൾ, CCTV ക്യാമറകൾ, ലഹരി ഒളിപ്പിക്കാൻ സോഫയിൽ പ്രത്യേക അറ. പക്ഷെ ഒടുക്കം എന്തായാലും പോലീസ് പൊക്കിയിട്ടുണ്ട്.